മക്കളെ ഇനി അടുത്ത ഇങ്ക്സ്കേപ്പിലെ പ്രാക്ടിക്കലിലേക്ക് കടക്കാം. നിരവധി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തും കണ്ടും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു A+ലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ആ ഒരു പേടി പോകണം. നമുക്ക് ഇങ്ക്സ്കേപ്പ് അല്ലേ, അതിലെ ടൂൾസ് ഒക്കെ നമുക്ക് ഈസിയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലായിട്ട് തോന്നണം. എന്നാലേ നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് പരീക്ഷകളിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കാണാം ആദ്യം. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ? ക്രിയേറ്റ് എ സ്റ്റിക്കർ ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കണം അല്ലേ, സിമ്പിൾ സ്റ്റിക്കറാ അല്ലേ. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരക്കണം, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക. പിന്നെ അതിനൊരു ബോർഡർ വേണം, എന്താ, ബ്ലാക്ക് ബോർഡർ വേണം. പിന്നെ ഒരു സെമി സർക്കിൾ വേണം. പിന്നെ അതിന്റെ കളർ താഴത്ത് എന്ത് ചെയ്യാണ്, നല്ല റെഡാണ്. പിന്നെ ഇവിടെ ഒരു യെല്ലോ കളറാണ്, അപ്പൊ ഇവിടെ ലീനിയർ ഗ്രേഡിയന്റ് ഉപയോഗിക്കണം. പിന്നെ അതേപോലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ത് ചെയ്യണം, എഴുതണം. ഇതിൽ ഈ ഗോഡ്സ് ഓൺ കൺട്രി ഇങ്ങനെ ആർക്കാക്കി എഴുതുന്നത് അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇടുക ആഡ് ദ ടെക്സ്റ്റ് ഗോഡ്സ് ഓൺ കൺട്രി ടു ദ ഇമേജ് ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഇതിൽ എന്ത് ചെയ്യണം, ഗോഡ്സ് ഓൺ കൺട്രി എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് SVG ഫയലായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരാം. നേരെ ഗ്രാഫിക്സിൽ പോയി ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ പോവുക. നമ്മളെ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ബോർഡറിന്റെ വൃത്തികേട് ഉണ്ടാവും, അതവിടെ പോയി കിട്ടും അല്ലേ. ഇപ്പൊ ക്യാൻവാസ് ഫ്രീ ആയി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ അടുക്കടുത്ത് നോക്കണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കൃത്യമായ. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. യെസ്, വെള്ള കളറുള്ള റെക്റ്റാങ്കിൾ. ഇതിപ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് വെള്ള കളറാക്കണം. പക്ഷെ വെള്ള കളറാക്കി. ഇനി ഇതിന്റെ ബോർഡർ എന്ത് ചെയ്യണം, ബ്ലാക്ക് ആക്കണം. ബോർഡർ ആക്കൽ ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. എന്നിട്ട് ഇവിടെ പ്ലെയിൻ കളർ ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രോക്ക് സ്റ്റൈലിൽ പോവുക. ആദ്യം സ്ട്രോക്ക് സ്റ്റൈലിൽ പോയിട്ട് ഇതെന്ത് ചെയ്യുക, ഓക്കെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബോർഡർ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താ ചെയ്യാൻ പോണത്, ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സെമി സർക്കിൾ കൊണ്ടുവരണം. ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സെമി സർക്കിൾ കൊണ്ടുവരണം. അതിന്റെ കളർ എന്ത് ചെയ്യണം, ഇതുപോലെ ആക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം ഒരു സെമി സർക്കിൾ വരക്കാം. സെമി സർക്കിൾ വരക്കാൻ പോവാണ്. ഇത് 180 ആക്കുക. യെസ്, എന്നിട്ട് ഇതിന്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെഡ് കളർ ഇപ്പൊ തൽക്കാലം കൊടുക്കാം. ബോർഡർ ഒഴിവാക്കണം. നമുക്കറിയാം സെലക്ട് ആണ്. ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് സ്ട്രോക്ക് സ്റ്റൈൽ ഒഴിവാക്കിയാൽ മതി. യെസ്, ബോർഡർ പോയി. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് കാണണ്ടേ. ക്വസ്റ്റ്യനിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ ഏത് കളറാ, റെഡ് കളർ, മുകളിൽ യെല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഏത് ടെക്നിക്കാണ്, ഞാൻ ഇവിടെ വെക്കാം. ജസ്റ്റ് ഇവിടെ വെക്കാം. ഇത് തൽക്കാലം ഞാൻ ഇവിടെ നീക്കിയേക്കണ്ടേ. യെസ്, ഇതിവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേഡിയന്റ് അല്ലെ, ലീനിയർ ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്ത് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് ലീനിയർ ഗ്രേഡിയന്റ് കണ്ടോ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ നേരത്തെ കണ്ട ടൂൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റുക, ഇത് പിടിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റുക. യെസ്, എന്നിട്ട് താഴ്ഭാഗത്ത് ഏത് കളറാ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റെഡ് കളറാണ് താഴെ ഭാഗത്ത് അല്ലെ. മുകൾ ഭാഗത്ത് ഏത് കളറാ, ഇത് യെല്ലോ കളറാണുള്ളത് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. യെസ്, ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ വന്നു. ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ ഏകദേശം എത്ര സൈസ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കി കഴിഞ്ഞാൽ സൈസ് കാണാൻ പറ്റും. യെസ്, ഏകദേശം ഇതിന്റെ പകുതിയാണ് അല്ലെ, പകുതി. ഓക്കെ, ഇവിടെ കിടക്കട്ടെ, നമ്മൾ പകുതിയിലേക്ക് വരാം. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു പകുതി. യെസ്, ഇതേ സൈസ് എടുക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എഴുതണം അല്ലെ. ക്വസ്റ്റ്യനിൽ കണ്ട പോലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എഴുതണം അല്ലെ. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഏത് ടൂളാണ് എടുത്തത്, ഈ കാണുന്ന ടെക്സ്റ്റ് ടൂൾ എടുത്തു അല്ലെ. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാ, ഇവിടെ എഴുതാൻ പോവാണ്. കുറച്ച് ബോൾഡ് ആക്കണം. ബോൾഡ് ആക്കിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ. കൺട്രി. ഓക്കെ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കൊടുത്തു. അതിന്റെ കളർ ബ്ലൂ കളറാണ് കേട്ടോ. ബ്ലൂ കളർ ആക്കണേ, ഇത് സെലക്ട് ചെയ്തിട്ട് ബ്ലൂ കളർ ആക്കി.
യെസ്, ഇനി കുറച്ച് സൈസ് കൂട്ടണം നമുക്ക്. അപ്പോൾ സൈസ് കൂട്ടാൻ നമുക്ക് അങ്ങനെ പിടിച്ചിട്ട് സൈസ് ഒന്ന് കൂട്ടാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ. ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. ഇനിയാണ് ഐഡിയ കിടക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റിൽ പോവുക. ടോൺ പാത്ത് എന്നുണ്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ ടോൺ പാത്ത് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ പോയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ടെക്സ്റ്റിൽ പോവുക, പുട്ട് ഓൺ പാത്ത്. ഓക്കെ, ഇനി ജസ്റ്റ് ഇതിൻ്റെ മുന്നിൽ വന്നിട്ട് കേസർ ടിക്ക് ചെയ്താൽ അയ്യോ ഓക്കെ, ഇതിൻ്റെ ഈ ജി കണ്ട അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ കൊടുത്തിട്ട് കേസർ വെക്കുന്നിട്ട് ഇങ്ങനെ എൻ്റർ ചെയ്താൽ ഇതിൻ്റെ മുകളിൽ കറക്റ്റ് വരും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതവിടുന്ന് എടുക്കുക. യെസ്, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. പരിപാടി തീർന്ന് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ എന്താ? യെസ്, സിമ്പിൾ. പരിപാടി തീർന്നു. ഇനി വേണമെങ്കിൽ ഇത് ഒന്ന് ചെറുതാക്കുക. വേണമെങ്കിൽ ഇത്ര വേണ്ട സൈസ് ഇത്ര ആക്കുക. ഒന്നും കൂടി ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെന്റ് നടത്തുക. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടി ഗ്രൂപ്പ് ആക്കുക. സെലക്ട് ചെയ്യുക, ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റിൽ പോയി ഗ്രൂപ്പ് ആക്കുക. ഓക്കെ, യെസ്, റെഡി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഇനി നമ്മളോട് പറഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യനിൽ? നേരെ പോയിട്ട് സേവ് ചെയ്യാൻ SVG ഫയലായിട്ട് നമ്മൾ സാധാരണ സേവ് ചെയ്യണ പോലെ എങ്ങനെ ചെയ്യുക? ഫയലിൽ പോവുക, സേവ് ആസ് അടിക്കുക. എന്നിട്ട് ഹോമിലെ എക്സാം തന്നെ ഓപ്പൺ ചെയ്യുക. 1 2 3 4 5 ക്ലിക്ക് ചെയ്യുക. 4 വരെയുള്ളൂ. ഓക്കെ, അണ്ടർസ്കോർ ഇട്ടു. 4ാമത്തെ ചോദ്യമായി. സേവ് അടിക്കുക. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ? അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, റെഡി. അപ്പോൾ ഇനി അടുത്ത പ്രാക്ടിക്കലുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.